ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബാംഗ്ലൂർ ഡേയ്സ് വിത്ത് അച്ചു. അപ്പോൾ നമ്മൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളെയിലേ കണ്ടിട്ട് ഞാൻ കുറേ കാര്യങ്ങളിൽ ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് എനിക്ക് വീഡിയോസ് ഒന്നും നേരെ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 7 ഡേയ്സ് ട്രിപ്പ് പോകാം കേട്ടോ, സിക്കിമിലോട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ദീപം ടാക്സിയിലാണ്. ഇത് കുറച്ച് എക്കണോമിക്കലാട്ടോ, ഊബറും ഓലേനെക്കാട്ടിലും. ഇത് ബാംഗ്ലൂർ ഉണ്ട്, പക്ഷെ ഔട്ട് ഓഫ് ബാംഗ്ലൂർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റുള്ളത് 7:30ക്കാണ് ഫ്ലൈറ്റ്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തി ലോഞ്ചിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. കാരണം നമ്മളവിടെ എത്തിയത് തന്നെ ഫൈനൽ കോൾ വിളിക്കുന്ന സമയം. അപ്പോൾ വേഗം ചെക്ക് ഇൻ ചെയ്തിട്ട് കയറി. നമുക്ക് വീട്ടിൽ നിന്ന് 1 hour ജേർണി ഉണ്ട് കേട്ടോ എയർപോർട്ടിലോട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു എയർപോർട്ടിലൊക്കെ എത്തി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി. ഫ്ലൈറ്റ് അത്യാവശ്യം ഫുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പോകുന്നത് ആകാശ എയർലൈൻസിലാട്ടോ. കാരണം മറ്റേത് എപ്പോഴും ഞാൻ ബുക്ക് ചെയ്യുന്നത് ഇൻഡിഗോ ആണ് അവിടേക്ക് പോവുകയാണെങ്കിലും, പക്ഷേ ഇതാണ് ആകാശ എയർവേസിലാണ് പോയത്. അപ്പോൾ അവിടുന്ന് 3 hours ജേർണി ആട്ടോ. ഇത് ബഡ്ഗോദ്ര എന്ന് പറഞ്ഞിട്ടൊരു എയർപോർട്ടാണ്. ഇത് ആക്ച്വലി വെസ്റ്റ് ബംഗാളിലാട്ടോ എയർപോർട്ട്. അപ്പോൾ അവിടുന്ന് ഒരു 4 hours ജേർണി ഉണ്ട് നമുക്ക് സിക്കിമിലോട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്യുന്നത് പെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാട്ടോ. ഇത് ഒരു ഹിൽ സ്റ്റേഷൻ പോലെയാണ്. അപ്പോൾ നമ്മൾ പാക്കേജിലാണ് എടുത്തത്. അപ്പോൾ പാക്കേജ് പോകുന്നത് കാരണം നമുക്ക് എയർപോർട്ടിലെത്തിയതും തന്നെ ഒരു ക്യാബ് ഡ്രൈവർ വന്നിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലൊക്കെ എത്തി. റിസോർട്ടെത്തിയപ്പോൾ ഒരു 3 o'clock ഒക്കെ ആയിട്ടോ. ഇത് ഈ വ്യൂ എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ് നമ്മുടെ വ്യൂ വരുന്നത്, കാഞ്ചൻജംഗ മൗണ്ടൻസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി. ഉച്ചയ്ക്കൊന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരമൊക്കെ നടന്ന് അവിടെ അടുത്തൊരു കടയിൽ കയറി മാഗി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. കാരണം അവിടെ സൺഡേസ് ആയിരുന്നു, കുറേ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ദൂരം നടന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.